ഇന്ന് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഹൗസ് വാമിംഗ് ഉണ്ട്. നല്ല മടിയുള്ളൊരു ദിവസമാണ്. പക്ഷെ ഒരു കാരണവശാലും പരിപാടി സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് റെഡിയാവാം. അതെ, കുറച്ച് രോമകൂജങ്ങൾ പറിച്ചറിയാനുണ്ട്. ആദ്യം ആ പണി ചെയ്യാം. ആഹാ, പൂ പോലെ മൃദുലം. ഇനി പോയി റെഡിയായാലോ? ഇപ്പൊ ഒരു വീട് വാങ്ങൽ സീസണാണ്. കഴിഞ്ഞ 2 മാസത്തില് 3ാമത്തെ പാലുകാച്ചലാണ് കേട്ടോ നമ്മൾ ഇന്ന് കൂടാൻ വേണ്ടി പോണേ. നമ്മുടെ അവിടെ പാലുകാച്ചൽ എന്നാ പറയാ. പക്ഷെ കുടിയിരിക്കൽ, കുറ്റൂശ, ഗൃഹപ്രവേശം, വീട്ടുകൂടൽ, വീട്ടുതാമസം, പെരവാസ്തു, ഇങ്ങനെ ഇഷ്ടം പോലെ പേരുണ്ട് പുള്ളിക്ക്. പരിപാടിക്കൊരു യൂണിഫോമിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഗേൾസ് എല്ലാവരും, അല്ലെങ്കിൽ ലേഡീസ്, ഇന്ന് സൽവാർ ഇടാന്നാ തീരുമാനിച്ചത്. ഞാൻ നോക്കിയപ്പോഴേ വിഷ്ണു സുഖമായിട്ടിരുന്ന് TV കാണുന്നു. ഒരു ചെറിയ കൺഫ്യൂഷൻ കൊടുക്കാം നമുക്ക്. ഇനി 4 ആൾക്കാരെ വിളിച്ച് മുണ്ടാണോ, ജീൻസ് ആണോ, പാൻസ് ആണോ എന്നൊക്കെ അന്വേഷിച്ച് വരുമ്പോഴൊക്കെ കുറച്ച് സമയം പോവും. മേക്കപ്പ് ചെയ്യാൻ ഒട്ടും മൂടില്ലാതെ നമ്മൾ മേക്കപ്പ് ചെയ്താൽ ദേ ഇങ്ങനെ ഇരിക്കും. ഇതിപ്പോൾ ലിപ്സ്റ്റിക് ആണോ, ബ്ലഷ് ആണോ, ഓവർന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു കൺഫ്യൂഷൻ വരില്ലേ? തൽക്കാലം അത്ര മതി. ഇനി നമുക്ക് ഇടാനുള്ള ഡ്രസ്സിലൊരു തീരുമാനമാക്കാം. കഴിഞ്ഞ തവണ നാട്ടിൽ പോയപ്പോൾ ഞാൻ വളാഞ്ചേരിയിൽ നിന്ന് ഒരു മഞ്ഞ ചുരിദാർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. നമുക്കിന്ന് അവനെ ഇടാം. ഒരു ഫസ്റ്റ് സൈറ്റ് ലവ് ആയിരുന്നേ. പക്ഷെ കൊള്ളൂ എന്നുള്ളതൊരു ക്വസ്റ്റ്യൻ ആണ്. ഒരു 6 മാസം മുന്നേ വാങ്ങിയതാ. കൊണ്ടല്ലോ, ഒരു ബേസിക് പാറ്റേണിൽ വരുന്ന ഒരു നല്ലൊരു മഞ്ഞ ചുരിദാർ. ഞാനിപ്പോൾ ഒരു വളാഞ്ചേരിക്കാരിയായില്ലേ. ഇനി ഏകദേശം മാച്ചിങ് ആയിട്ടുള്ള ഒരു കമ്മൽ കണ്ടുപിടിക്കാം. ഒരു പൊട്ടും കൂടെ വെച്ച് പരിപാടി അവസാനിപ്പിക്കാം. ഓവറാക്കണ്ട. എന്തൊക്കെ ചെയ്തിട്ടും അങ്ങോട്ട് മെനയാവുന്നില്ലല്ലോ സജി. എന്തൊക്കെയൊക്കെയോ ഒരു മിസ്സിങ് ഇല്ലേ? ഒരവസാന ശ്രമം. 5 മിനിറ്റ് നമുക്ക് ഹെയർ സ്റ്റൈൽ ഒന്ന് മാറ്റി വെക്കാം. ഇങ്ങനത്തെ സിറ്റുവേഷനിലേ എങ്ങനെയൊക്കെയാണെങ്കിലും വിഷ്ണു അടിപൊളിയാന്നേ പറയുള്ളൂ. കാരണം പുള്ളിക്ക് ഇപ്പം ആവശ്യം എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് ഇറങ്ങല. മുതലാളി പറഞ്ഞ സ്ഥിതിക്ക് ഇനി ഒരു ചോദ്യമില്ല, നമുക്ക് ഇറങ്ങാം. ആദ്യം നമുക്കൊരു ചെടി മേടിക്കാം. ആദ്യമായിട്ട് നമ്മളൊരു വീട്ടിൽ പോകുമ്പോൾ വെറും കൈയോട് കൂടെ കയറി ചെല്ലരുത് എന്നാണ് ഒരു ഇത്. ചുമ്മാ ഇതൊക്കെ ഒരു രസമല്ലേ? അങ്ങനെ 1 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം നമ്മളിവിടെ എത്തി. വിഷ്ണുവിന് എന്തോ ഒരു കളലക്ഷണല്ലേ. എന്തായാലും പാലൊക്കെ കാച്ചി പായസമൊക്കെ ഉണ്ടാക്കി കുടിക്കട്ടെ.